നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന സമയത്ത് മറ്റ് ഭരണാധികാരികളെ കാണുമ്പോൾ ഹഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നതിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വേദിയിൽ അത് അനുകരിച്ച് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോടൊപ്പമുള്ള മറ്റൊരാളെയാണ് ആലിംഗനം ചെയ്തിങ്ങനെ ഫണ്ണാക്കിയിട്ട് വളരെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഭയങ്കര ഒരു തമാശയായിട്ട് ഒരു കോമഡി ഷോ പോലെ അദ്ദേഹം ഹഗ് ചെയ്ത് കാണിക്കുന്നു. അതിനിടയിൽ ഈ ഹഗ് ചെയ്ത ആള്, രാഹുൽ ഗാന്ധിയോടൊപ്പം ആലിംഗനം ചെയ്ത ആള് പിന്നീട് പോയിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ജോർജിയ മെലോനി ഉണ്ടല്ലോ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, മെലോനി ആണെന്ന് കരുതിയാണോ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത് എന്ന് വന്നിട്ട് രാഹുൽ ഗാന്ധി മോദിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തോട് വന്ന് ചോദിക്കുകയാണ്. അതായത് ജോർജിയ മെലോനിയും നരേന്ദ്രമോദിയും വെച്ചിട്ട് വളരെ അശ്ലീലമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നടത്തിയ ഒരു 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 സ്റ്റേജ് ഷോ പോലെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. ശരിക്കും അത് വലിയ വിവാദമായിട്ടുണ്ട്. നമ്മൾ മോദിയും മെലോനിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെ പല സെൻസിൽ ആളുകൾ കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സോ അതുകൊണ്ട് ഈ സാധാരണ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായം പറയുന്ന എഴുതുന്ന സാധാരണ ആളുകളെ പോലെയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തമാശകൾ പങ്കുവയ്ക്കുന്ന ഇത്തരം വൾഗർ കമന്റുകൾ ഇടുന്ന ആളുകളെ പോലെയോ അല്ല നമ്മുടെ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വെറുമൊരു എം പി പോലുമല്ല അദ്ദേഹം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 145 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിയോ പ്രസിഡന്റെന്നോ പറയുന്നതിനേക്കാൾ വലിയൊരു പദവിയാണതെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ശരിയാണ്, അദ്ദേഹം ചിലപ്പോൾ തമാശയായിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ ആ തമാശ അതിര് കടന്നുപോയി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഭരണാധികാരികൾ ആലിംഗനം ചെയ്യുന്നത് ഇതെന്താ ആദ്യത്തെ സംഭവമല്ലാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരേ സമയത്ത് എങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും കഴിയുന്നു, അതേസമയം തന്നെ മനുഷ്യർ ആലിംഗനം ചെയ്യുന്നതിനെ പോലും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനും കഴിയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചർ എന്താണ്? രണ്ട് ഭരണാധികാരികൾ, അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ആലിംഗനം ചെയ്യുകയും കവിളിൽ ചുംബിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ യൂറോപ്യൻ ലീഡേഴ്സ് പരസ്പരം കാണുമ്പോൾ ഇപ്പം മെലോനിയും നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കണ്ടാലോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപും യൂറോപ്യൻ ലീഡേഴ്സും കണ്ടാലോ പരസ്പരം, പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്ത് കവിളിൽ ചുംബിക്കാറുണ്ട്, കയ്യിൽ ചുംബിക്കാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് അത്രയും അടുപ്പമുള്ള ആളുകളെ മാത്രമാണ് ആലിംഗനം ചെയ്യാറുള്ളത്. അദ്ദേഹം കണ്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ആലിംഗനം ചെയ്യാറില്ല. പ്രസിഡന്റ് ട്രംപിനെ ഒരു കാലത്ത് നരേന്ദ്രമോദി കാണുമ്പോൾ ആലിംഗനം ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അടുത്തിടെ അവസാനമായിട്ട് മോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് അത്തരം ഒരു ആലിംഗനം ഉണ്ടായില്ല എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആലിംഗനം ചെയ്യണമോ, ഷേക്ക് ഹാൻഡ് കൊടുക്കണമോ, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ UAE പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്, അടുത്ത സുഹൃത്താണ്, ഇന്ത്യയുടെയും അടുത്ത സുഹൃത്താണ് UAE. അവർ തമ്മിൽ കാണുമ്പോൾ ആലിംഗനം ചെയ്യാറുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് പരസ്പരം കാണുമ്പോൾ ആലിംഗനം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ നരേന്ദ്രമോദി ആലിംഗനം ചെയ്യുമോ? ഒരിക്കലുമില്ല. നാളെ ചിലപ്പോൾ ചൈനീസ് പ്രസിഡന്റിനെ കണ്ടാൽ ഒരു ഷേക്ക് ഹാൻഡിൽ ഒതുക്കിയേക്കാം, ആലിംഗനം ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇനി മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് ആയിട്ടിരുന്ന ആരും വിദേശത്ത് പോയിട്ട് പരസ്പരം ആലിംഗനം ചെയ്തിട്ടില്ലേ? ഇന്ദിരാഗാന്ധി മറ്റ് ലോക രാഷ്ട്ര നേതാക്കളെ കാണുമ്പോൾ ആലിംഗനം ചെയ്തിട്ടില്ലേ? സോണിയാഗാന്ധി മറ്റു ഭരണാധികാരികളെ കാണുമ്പോൾ ആലിംഗനം ചെയ്തിട്ടില്ലേ? രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയോ സുഹൃത്തുക്കളെയോ ആലിംഗനം ചെയ്യാറില്ലേ? അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ആലിംഗനം ചെയ്തിട്ടില്ലേ? ഇതൊക്കെ ചർച്ചയാകേണ്ടി വരുന്നത് മറ്റ് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് വേണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ പല പോളിസികളെയും കുറിച്ച് സംസാരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ E20 എന്ന് പറയുന്ന കാര്യം തന്നെ എടുക്കാം. ഒരുപാട് പേർക്ക് ആശങ്കയുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെ നമുക്ക് സംസാരിക്കാം. തീർച്ചയായും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ E20യുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യാം. അല്ലാതെ തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം വളരെ ക്രിയാത്മകമായ ചർച്ചകൾ
പ്രതിപക്ഷത്തിന് നടത്താൻ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിനകത്തുണ്ട്. അപ്പൊ യു പി ഐ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ചാർജ് കൊണ്ടുവരാനുള്ള നീക്കമുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാം. ഇപ്പോ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളുണ്ട്. രാജ്യത്തിന്റെ സിവിക് സെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വലിയ രീതിയിൽ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതില്ലാത്ത ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അവിടെ അങ്ങനെയുള്ള വിഷയങ്ങൾ, അതായത് രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് മേഖലകൾ ഇപ്പോഴും ഉണ്ട്. നരേന്ദ്രമോദി ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രൈം മിനിസ്റ്റർ ആണ്. ഏറ്റവും മികച്ച, ഏറ്റവും വലിയ ഡെവലപ്മെന്റ് നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഷയങ്ങൾ ഇനിയുമുണ്ട് പരിഹരിക്കപ്പെടാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിനകത്തുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യത്ത് പോയിട്ട് മറ്റുള്ള ഭരണാധികാരികളെ ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ അതാണ് നയതന്ത്രം എന്നാണ് മോദി വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ ഇത് പറയാൻ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കുണ്ട്? രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ ടോപ്പ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി. രാഷ്ട്രീയം എടുത്താൽ ഇപ്പൊ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും ഈ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയമാണല്ലോ. നമ്മുടെ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്നൊരു ദിവസം ഓട് പൊളിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ആളല്ല. പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് രാജകുമാരനായി വാഴ്ത്തപ്പെട്ട ആളല്ല. നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞാൽ മോദി വളരെ ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളോടൊപ്പം ഇടപെട്ട ഒരാളാണ്. അദ്ദേഹം BJPയുടെ ആളാവുന്നതിന് മുമ്പ് RSSൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് BJPയിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം നിരവധി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 10, 12, 13 വർഷത്തോളം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു സംസ്ഥാനം തുടർച്ചയായിട്ട് ദീർഘകാലം ഭരണം നടത്തി എക്സ്പീരിയൻസ് നേടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ആളാണ്. 2014 മോദി പ്രധാനമന്ത്രിയാവുന്നത്. ഇന്ന് 2026 നമ്മൾ സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൗമാരകാലത്തും യൗവനകാലത്തും ഒക്കെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ കാലത്തും അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി നേരാംവണ്ണം പാർലമെന്റിൽ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 3ാം വട്ടം അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഫോറിൻ ലീഡേഴ്സിനെ കാണുമ്പോൾ പെരുമാറേണ്ടത്, ഹഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എത്ര മോശമാണ് രണ്ട് ഭരണാധികാരികൾ പരസ്പരം കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്നതും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും ഒക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു വേദിയിൽ നിന്ന് അഭിനയിച്ച് കാണിക്കുകയാണ് മോദി ഇതാ ഇങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇതിൽ പരം നാണക്കേടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ല എന്ന് ഇപ്പോഴും പറയേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അത് നമ്മുടെ കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കാം. PC വിഷ്ണുനാഥ്, എത്ര യുവാക്കളായിട്ടുള്ള മന്ത്രിമാരാണ് ഇവരൊക്കെ. അതുപോലെ നമ്മുടെ ലിജു, അതുപോലെ തന്നെ നമ്മുടെ റോജി ജോൺ, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരാണ്. എന്തിനേറെ പറയുന്നു KM ഷാജി, അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. മന്ത്രിയാവുന്നതിന് മുമ്പ് വളരെ അപക്വമായ പല സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരാളാണ്, വിവാദവുമായിട്ടുണ്ട്. പക്ഷെ മന്ത്രിയായതിനു ശേഷം വളരെ ഗൗരവത്തോടെ ആ പദവിയോട് യോജിക്കുന്ന തരത്തിൽ പരമാവധി പെരുമാറാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്തം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് മാറും. ഇപ്പോ വെറും ഒരു MPയോ MLAയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി. അദ്ദേഹം ഈ രാജ്യത്തിന്റെ, ഈ വലിയൊരു ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടേത്, ഈ രാജ്യത്തിന്റെ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. വലിയ അധികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ വളരെ ചൈൽഡിഷ് ആയിട്ട് ഒരു വേദിയിൽ നിന്നിട്ട് നരേന്ദ്രമോദി ആലിംഗനം ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വളരെ ലൈംഗിക ചുവയുള്ള ഒരു കമന്റുമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്നയാൾ വന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഞാൻ മറ്റേ മെലോനി ആണോന്ന് പറഞ്ഞിട്ട് ആണോ എന്നെ ഹഗ് ചെയ്തതെന്ന് വന്ന് ചോദിക്കുന്നു. അദ്ദേഹം അത് ഊറിച്ചിരിക്കുന്നു. അവിടെ ഉള്ളവരെല്ലാവരും ചിരിക്കുന്നു. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രായമെങ്കിലും ചിന്തിക്കണ്ടേ? നരേന്ദ്രമോദിക്ക് 10-75 വയസ്സുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിക്ക് 79 വയസ്സാണ്. ഏതാണ്ട് സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരാണ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയുടെ അമ്മയും. ആലോചിച്ച് നോക്കണം, സോണിയാഗാന്ധിയും. അപ്പൊ ഏതാണ്ട് തൻ്റെ അമ്മയുടെ അത്ര തന്നെ പ്രായമുള്ള, അതിനോടടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യനെയാണ് വേദിയിൽ നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുന്നത്. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് BJPയുടെ എല്ലാ പാർട്ടി ഓഫീസുകളിലും അവരൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. അത്രയ്ക്ക് BJPക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അല്ലല്ലോ രാഷ്ട്രീയം പറയേണ്ടത്. രാഷ്ട്രീയം പറയാൻ എന്തെല്ലാം ഈ രാജ്യത്തുണ്ട്. ഇപ്പൊ മോദിയെ തന്നെ വിമർശിക്കണമെങ്കിൽ പല കാരണങ്ങളിലും വേണമെങ്കിൽ വിമർശിക്കാം. ഇമാതിരി ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത്.
ഇതിപ്പോ മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയെ കൂടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ എത്ര മോശം ഇമേജാണ് ഇന്ത്യയെക്കുറിച്ച് പുറത്തേക്ക് പോകുന്നത്. ഇതിപ്പോൾ ഇന്ത്യ മാധ്യമങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണോ കരുതുന്നത്? ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ ലോകത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യും. ഇറ്റലിയിൽ ഇത് സംസാരിക്കില്ലേ? രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ നാട് കൂടിയാണ് ഇറ്റലി. ആ നാടിൻ്റെ പ്രധാനമന്ത്രിയെയാണ് നരേന്ദ്രമോദിയുമായി കൂട്ടിവെച്ച് വളരെ മോശമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത് അവിടെ. ഇതിപ്പോ പറഞ്ഞത് ഏതെങ്കിലും ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ സാധാരണക്കാരനായ ഒരു വ്യക്തിയോ ആണെങ്കിൽ അതിന് വലിയ വാല്യൂ ഇല്ല, അതിന് വാർത്താ പ്രാധാന്യമില്ല. അങ്ങനെയുള്ള വൾഗർ കമന്റ്സ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. രാഹുൽ ഗാന്ധി വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്, വാർത്താ പ്രാധാന്യമുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ പോലും അത് മോശമായിട്ട് ബാധിക്കും. തീർത്തും അപക്വമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി എന്നത് പറയാതെ വയ്യ. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.